അഭിമാനകരമായ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ. അതെ, വളരെ അഭിമാനകരമാണ്. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്കും യഹൂദർക്കും അഭിമാനമല്ല, ആവേശം കൊള്ളിക്കുന്ന ഒരു സംഭവം നടന്നു. അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വാർത്താമാധ്യമങ്ങളൊന്നും അതേക്കുറിച്ച് പറയാത്തത് കൊണ്ട് ആ ദൗത്യം വീണ്ടും ABC ഏറ്റെടുക്കുകയാണ്. ഇതൊരു ചരിത്രപരമായ നിമിഷമാണ്. ആ ചരിത്രപരമായ നിമിഷത്തിൽ അടയാളപ്പെടുത്താതെ പറ്റില്ല. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹെർമോൻ മലനിര. ഹെർമോൻ മലനിര യേശുദേവന് രൂപാന്തരീകരണം സംഭവിച്ച മലയെന്നാണ് പറയുന്നത്. അത് ലെബനോൺ വിശുദ്ധ പർവ്വത നിരകളുടെ തെക്കേ അറ്റത്ത് സിറിയ ലെബനോൺ അതിർത്തിയിലാണ് 2814 മീറ്റർ ഉയരമുള്ള ഹെർമോൻ മലനിര. ആ ഹെർമോൻ മലനിരകളിൽ ഇന്നലെ നെതന്യാഹു കാലുകുത്തി. നെതന്യാഹു അവിടെ എത്തി എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുദേവന് യേശു തിരഞ്ഞെടുത്ത താബോർ മലനിര, മൗണ്ട് താബോർ പോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഹെർമോൻ മലനിര. അവിടെ യേശു തൻ്റെ രൂപാന്തരീകരണത്തെ തിരഞ്ഞെടുത്തു. ദൈവവുമായുള്ള തൻ്റെ അഗാധവും വ്യക്തിപരമായ ബന്ധം വെളിവാക്കാനാണ് യേശുദേവൻ ഹെർമോൻ മലനിരകളിൽ എത്തിയതെന്നാണ് ക്രൈസ്തവരും ജൂതന്മാരും വിശ്വസിക്കുന്നത്. അവിടെ നമ്മുടെ നെതന്യാഹു കാലുകുത്തി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ സിറിയയിൽ ആദ്യമായി ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം എത്തുന്ന ആദ്യത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയാണ്. അതായത് സിറിയയുടെ മണ്ണിൽ ബീബി കാലുകുത്തിയിരിക്കുന്നു. വലിയ ചരിത്രമല്ല. ആലോചിക്കൂ, മറ്റൊരു രാജ്യമാണ്. ലോകത്തെ ക്രൈസ്തവരുടെയും യഹൂദരുടെയും സ്ഥലങ്ങളിലൊന്നാണ് സിറിയ കൂടി. സിറിയയും ലബനോണും ഒക്കെ ഉൾപ്പെടുന്നതാണ് വിശാലമായ പഴയ, അല്ലെങ്കിൽ ഇസ്രായേൽ സ്വപ്നം കാണുന്ന വിശാല ഇസ്രായേൽ. അല്ലെങ്കിൽ കർത്താവിൻ്റെ യേശുവിൻ്റെ യഹോവയുടെ ഭൂമിയാണത്. അവിടേക്ക് ഇസ്രായേലിൻ്റെ ഭരണാധികാരി സിറിയൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. അതും ഹെർമോൺ തിരഞ്ഞെടുത്തത് വളരെ പ്രതീകാത്മകമാണ്. യേശുദേവൻ്റെ ഒരു വരവിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ടല്ലോ വിശ്വാസം. അത് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്, ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്. അവിടേക്കാണ് ഇന്നലെ നെതന്യാഹു ചരിത്രത്തിൽ ആദ്യമായി 1948 ഇസ്രായേൽ എന്നുള്ള രാജ്യം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി ഇസ്രായേലിൻ്റെ ഭരണാധികാരി സിറിയൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രമാണ്, അഭിമാനകരമാണ്, ആവേശമുണ്ടാകുന്നതാണ്. എനിക്ക് പോലും, ജൂതനല്ലാത്ത ക്രൈസ്തവനല്ലാത്ത എനിക്ക് പോലും രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. കാരണം അത് ചരിത്രം പഠിക്കണം, ഈ ജനത അനുഭവിച്ച സഹനങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവരുടെ വീണ്ടെടുപ്പിൻ്റെ തുടക്കമാണ്. ആ വീണ്ടെടുപ്പ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു പാദസ്പർശമാണ് നെതന്യാഹു ഇന്നലെ സിറിയൻ മണ്ണിൽ ഹെർമോൺ മലനിരയിൽ തന്നെ എത്തിയത്. അതിൻ്റെ ചിത്രങ്ങൾ കാണിക്കാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉണ്ടായിരുന്നു. സൈന്യമേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ ഹെർലി ഹാവേലി, ഓർക്കുന്നില്ലേ? സുടുക്കളൊക്കെ പണ്ട് പറഞ്ഞു ഹെർലി ഹാവേലി മരിച്ചുപോയി. അദ്ദേഹം അവിടെ പയറുപോലെ നടപ്പുണ്ട്. അദ്ദേഹവും മറ്റ് സൈനിക മേധാവികളും കൂടെ ഹെർമോൺ മലനിരകളിലെത്തി. അവിടെ എത്തിയിട്ട് അതായത് ഈ ഡിസംബർ 8 ഈ റിബൽ ഗ്രൂപ്പ്, ജൊലാനിയുടെ ഗ്രൂപ്പ് സിറിയയിൽ അധികാരം പിടിച്ചല്ലോ. അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. നെതന്യാഹു പറഞ്ഞു, ഞാൻ പണ്ട് പട്ടാളക്കാരനായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 53 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഗ്രഹാതുരത്വം നിറയുന്ന നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു പ്രസംഗമല്ല, വർത്തമാനം അദ്ദേഹം അവിടെ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പട്ടാളക്കാരനായിരിക്കെ ഈ മലനിരകളിൽ ഞാൻ വന്നിട്ടുണ്ട്. അത് യുദ്ധം നടക്കുന്ന കാലത്തായിരുന്നു. 1974 കാലത്ത്. അന്ന് പ്രധാനമന്ത്രിയായിട്ടല്ല പോയത്, ഒരു ഭടനായിട്ട്. ആ യുദ്ധത്തിന് ശേഷമാണ് അവിടെ ബഫർ സോൺ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കുന്നത്. അപ്പോൾ വന്നിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഈ പ്രദേശം ഹെർമോൺ മലനിരകളുള്ളത്. പക്ഷേ അതിനുശേഷം ഈ നാട്ടിൽ സിറിയയിലുണ്ടായ നാടകീയമായ സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മളിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഹെർമോൺ മലനിരകളും ദമാസ്കസിന് 25 കിലോമീറ്റർ ഇപ്പുറ വരെ നമ്മൾ എത്തിയിരിക്കുന്ന ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതാണ് സിറിയയുടെ പിടിച്ചെടുത്ത ഭൂപ്രദേശം തൽക്കാലം ഇസ്രായേലിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് നെതന്യാഹു അസന്നിഗ്ധമായി ലോകത്തോട് പറഞ്ഞു. അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി ഇപ്പോൾ നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്ന ഇത്രയും ഭൂവിഭാഗം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് എന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞ എന്താ അറിയോ, അടുത്തും അകലെയുമുള്ള കാഴ്ചകൾ കാണാനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഹെർമോൺ മലനിരകളും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഗോലാനിലെയും ഇസ്രയേലിലെയും ഉള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ IDFന് ഇവിടെ നിൽക്കേണ്ടതുണ്ട്. എത്ര കാലം വേണമെങ്കിലും ഞങ്ങളിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സിറിയയ്ക്ക് ഈ ഭൂമി പോയി. ഈ ഭൂമി ഇനി ഇസ്രയേൽ എന്നറിയപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗവും നിശ്ചയമാണ്. അത് ആ വാഗ്ദത്ത ഭൂമി തിരിച്ചു പിടിക്കുക, ആ വിശാല ഇസ്രയേൽ എന്നുള്ള രാജ്യമുണ്ടാക്കുക, എന്നിട്ട് യേശുദേവൻ്റെ അടുത്ത വരവിന് വേണ്ടിയുള്ള വഴിത്താര ഒരുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഇസ്രായേൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അമരക്കാരനോ ക്യാപ്റ്റനോ ഒക്കെ ആയിട്ട് ആര് നിൽക്കുകയാണ്? ബെഞ്ചമിൻ നെതന്യാഹു നിൽക്കുകയാണ്. ഇതാണ് നമ്മളിത് പറയുന്നത്. വല്ലാതെ ആവേശമുണ്ടാക്കുന്ന ഈ ബൈബിളൊക്കെ വായിക്കുന്ന ആളുകൾക്ക്, ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. സിനിമ വായിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. എൻ്റെ പക്കൽ ബൈബിളുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഇടയ്ക്ക് നോക്കാറുള്ളപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഭഗവത്ഗീത എടുത്തിട്ട് ചിലപ്പം മറിച്ച് നോക്കിയിട്ട് ഇത്ര വരി, ഇത്ര പാരഗ്രാഫ്, ഇത്ര അക്ഷരം വിട്ടിട്ടൊക്കെ നോക്കുന്ന പോലെ ബൈബിളിൽ എടുത്ത് നോക്കുന്ന ആളുകളുണ്ട്. ഞാൻ രണ്ടും നോക്കാറുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ വലിയ കൺഫ്യൂഷനും സംഘർഷങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ചിലപ്പോൾ പറയും മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മളൊരു എല്ലാ വഴിയും അടഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും നീ മുട്ട് അവിടെ പോയി ഇന്നടുത്ത് അവിടേക്ക് പോകണോ വേണ്ടയോ പോയാൽ നടക്കുമോ അവിടെ പോയി ചോദിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ബൈബിൾ തുറക്കുമ്പോൾ മുട്ടുവിൻ തുറക്കപ്പെടും. ഉറപ്പല്ലേ നമ്മൾ പോയി മുട്ടും. അതൊരു വലിയൊരു പ്രചോദനമാണ്. അത് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ഗീതയ്ക്കും ഇതേ എഫക്റ്റ് ഉണ്ട്. ഗീത എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം ചെയ്യണം, അത് വേണോ വേണ്ടയോ എന്ന് ശങ്കിച്ചിരിക്കുമ്പോഴത്തേക്ക് കർമ്മണ്യേവാധികാരസ്ഥ മാ ഫലേഷു, നീ അത് ചെയ്യ്, അതിൻ്റെ ഫലം നീ ഇച്ഛിക്കണ്ട, അതങ്ങ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ചെയ്യും. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് യേശുദേവൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് ഗീത പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആത്മപ്രചോദനം ഉണ്ടാവും, നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ളൊരു ഫ്യൂവൽ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നവർക്കാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി സിറിയൻ മണ്ണിൽ, അതും പ്രതീകാത്മക, സിറിയയിൽ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. എന്തുകൊണ്ടാണ് നെതന്യാഹു സിറിയയുടെ ദമാസ്കസിൻ്റെ 25 കിലോമീറ്റർ വരെ IDF ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് കയറി കീഴടക്കി കൈവശം വെച്ചിരിക്കുന്ന ഈ നിമിഷം വേറെ എവിടെയും പോകാതെ എന്തുകൊണ്ട് ഹെർമോൺ മലനിരകളിൽ പോയി? അപ്പോൾ ഈ യഹോവയുടെ കാലം മുതൽ തന്നെ ഈ സിറിയ എന്ന് പറയുന്ന ജൂതന്മാരുടെ സ്ഥലമാണെന്ന്, ജൂതന്മാരുടെ ക്രൈസ്തവ വിശ്വാസം, ലെബനോൺ, സിറിയ, ഇതൊക്കെ ക്രിസ്തുമത വിശ്വാസത്തിന്റെ കളിത്തൊട്ടിലാണ്. ഈജിപ്ത് പോലും പിന്നീടാണ് കാലക്രമേണ മറ്റ് കുറെ ആൾക്കാർ വന്ന് പിടിച്ചെടുക്കുകയും അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും. ജോർദാൻ നദിയില്ലാതെ ബൈബിളിന്റെ ചരിത്രമുണ്ടോ? ക്രിസ്ത്യാനിയുടെ ചരിത്രമുണ്ടോ? ഇല്ല. നമ്മൾ സിനിമ പാട്ട് മോശയുടെ ജീവിതമില്ലാതെ, മോശ സഞ്ചരിച്ച വഴികളില്ലാതെ, ആ ഭൂമികയില്ലാതെ ലോകത്ത് ക്രിസ്ത്യാനിക്കും ജൂതനും ഒരു ജീവിതമുണ്ടോ, ചരിത്രമുണ്ടോ? അപ്പോൾ അത്തരം ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ മാത്രമല്ല, ഇത് ജൂതനും ക്രൈസ്തവരും എന്ന് പറയുന്നത് ഒരേ മതത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഇങ്ങനെ അബ്രഹാമിക് മതങ്ങളെക്കുറിച്ച് ഇസ്ലാമിനെയും കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് ഇത് രണ്ടുപേരും തമ്മിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത്, ബിബ്ലിക്കലായിട്ട് ഈ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്നും ബൈബിളൊന്നും ഒരിടത്തും പറയുന്നില്ല. പക്ഷേ ഖുർആൻ പറയുന്നുണ്ട് അവസാനത്തെ ജൂതനെ വരെ കൊല്ലണം, ജൂതൻ കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ കൊന്നു തീർക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബൈബിളും തോറയും അങ്ങനെ പറയുന്നില്ലല്ലോ. അവിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പം ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ അതല്ല, ഇപ്പോൾ പുതിയ നിയമമാണ് പ്രധാനമായും അവലംബിക്കുന്നത്. അതുകൊണ്ട് അത്തരം മന്യമതങ്ങളെ ദോഷിക്കുക, ഹനിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഈ രണ്ട് കൂട്ടർക്കും ഇല്ല. അതുകൊണ്ടാണ് യേശുദേവൻ തന്നെ പറഞ്ഞത്, നിന്നെ ഒരു കരണത്തടിച്ചാൽ അപ്പുറത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സഹനത്തിൻ്റെ ഒരു പാതയാണ്. ആ സഹനം ഇപ്പോൾ യേശുവിന് ശേഷം യേശു അനുഭവിച്ചതുപോലെയുള്ള, യേശുവാണല്ലോ ഏറ്റവും വിശുദ്ധനായ യഹൂദൻ, ജൂതൻ. ആ ജൂതൻ അനുഭവിച്ചതുപോലെയുള്ള സഹനത്തിൻ്റെ, യേശുദേവൻ്റെ അതേ കുരിശു വഴിയിലൂടെ ക്രൂശിക്കപ്പെട്ട് രക്തം വാർന്ന് വീണ് ഇഴഞ്ഞ് നിരങ്ങിയൊക്കെ നീങ്ങുകയാണ് ലോകത്തെമ്പാടുമുള്ള ജൂതന്മാർ. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത് ഇസ്രായേൽ ഉണ്ടായതിനു ശേഷമാണ്. എന്നിട്ടും അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അവർക്ക് പോരാടാതെ നിവർത്തിയില്ല. അവർ ലോകത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, അവർക്ക് അവിടെ വാഗ്ദത്ത ഭൂമിയാണ്. അവിടെ ആ ഭൂമി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ ലോകത്തെമ്പാടും ചിതറിപ്പോയ അവരെ യഹോവ പറഞ്ഞതുപോലെ ഒന്നിച്ചു കൂട്ടി. അവരെ ഒന്നിച്ചു കൂട്ടും, ഒന്നിച്ചു കൊണ്ടുവരുമെന്നുള്ളത് തിരുവചനമാണ്, അല്ലേ? അരുളപ്പാടാണ്. ആ അരുളപ്പാടനുസരിച്ച് അവർ വന്നു. അങ്ങനെ ഒരു രാജ്യമുണ്ടായി. ആ രാജ്യം എങ്ങനെ ഉണ്ടായത്? ലോകത്ത് ഒരു ജനതയും അവർക്കിടെ രാജ്യം പണം കൊടുത്ത് വാങ്ങിയിട്ടില്ല. പണം കൊടുത്ത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. വാങ്ങിച്ചത് ഏറ്റവും ഉഷരമായ ഒരിറ്റു വെള്ളം പോലും ഇല്ലാത്ത പൊള്ളുന്ന പാറക്കെട്ടും
മണലാരണ്യവും നിറഞ്ഞ ഒരു മരുഭൂമിയാണ് അവർക്ക് കിട്ടിയത്. ആ പീഠഭൂമിയാണ് അവർ പിന്നീട് ഇങ്ങനെ പീഠഭൂമിയല്ല, മരുഭൂമി. അതും വലിയ ചതിയായിരുന്നു. അവർക്കൊരു ഭൂമി കൊടുക്കാം, ഇപ്പം നിങ്ങൾ പണം പിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തെമ്പാടും രാജ്യമില്ലാതെ ചിതറിപ്പോയ ഒരു ജനത അവർ ആർജിച്ച സമ്പത്ത് അത്രയും അയച്ചു കൊടുത്ത് ഒരു ഭൂമി വാങ്ങിയപ്പോഴും അവരെ ചതിച്ചു. അവർക്ക് കൊടുത്തത് ഏറ്റവും മനുഷ്യവാസ യോഗ്യമല്ലാത്തൊരു ഭൂമി കൊടുത്തു. പക്ഷെ അവർ തളർന്നില്ല. അവർ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ കഠിനാധ്വാനം ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ബൈബിളിൽ പറയുന്നുണ്ട്, ഇസ്രായേലിനെ ഞാനൊരു ഭാരമുള്ള കല്ല് പോലെയാക്കും, ആ കല്ലിൽ സ്പർശിക്കുന്നവന് മുറിവേൽക്കും. തൊട്ടവർക്കെല്ലാം മുറിവേറ്റിട്ടുണ്ട്. പക്ഷേ ആ മുറിവേറ്റ ജനത തളർന്നു പോയിട്ടേ ഉള്ളൂ. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അറിയില്ല. കാരണം ഇസ്രായേലിന് വേണ്ടി യുദ്ധം നയിക്കുന്നത് യഹോവയാണ്. അവരുടെ സൈന്യാധിപൻ നെതന്യാഹു അല്ല, നെതന്യാഹുവിൻ്റെ സേനാനായകനുമല്ല. സാക്ഷാൽ യഹോവ നയിക്കുന്ന യുദ്ധമാണ് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിശ്വാസികളായ ക്രൈസ്തവർക്കും ജൂതന്മാർ കേരളത്തിൽ, നമുക്ക് എറണാകുളത്തെ ബാബുചേട്ടനല്ലാതെ വേറെ ആരുണ്ടെന്ന് എനിക്കറിയില്ല, വല്ലവരൊക്കെ കാണുമായിരിക്കും. ഏതായാലും വളരെ അഭിമാനകരമാണ്. നമ്മൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് പരസ്യമായി നിലപാട് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ചാനലാണ് ABC മലയാളം. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഹെർമോൺ മലനിരകളിൽ ഇസ്രായേലിൻ്റെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി, ഇസ്രായേലിൻ്റെ മണ്ണിലല്ല, സിറിയയുടെ മണ്ണിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇസ്രായേലി പ്രധാനമന്ത്രി, ഇസ്രായേലിൻ്റെ ഭരണാധിപൻ കാല് കുത്തിയിട്ട് ഈ ഭൂമി ഇനി വിശ്വാസികളുടെ ആണ്, വേറെ ആരുടെയല്ല, ഞങ്ങൾ സത്യവിശ്വാസികളുടേതാണ് എന്ന് ഉറക്കെ പറഞ്ഞ ഈ നിമിഷം അഭിമാനകരം. അല്ലെങ്കിൽ പിന്നെ ഏത് നിമിഷമാണ് അഭിമാനകരം? അപ്പോൾ ഇപ്പുറത്ത് പുതിയ HTSൻ്റെ തലവൻ ജൊലാനി കരയുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ ഇസ്രായേലിനോട് യുദ്ധത്തിനില്ല. ചെറിയ ആർക്ക് വേണ്ടിയും ഇനി ആർക്കെതിരെയും യുദ്ധം ചെയ്യുന്ന ആളുകളെ ഇനി സഹായിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് ഇനി ആരും ഇസ്രായേലിലേക്ക് മിസൈലൊന്നും വിടത്തില്ല. അതുകൊണ്ട് എന്തിനാണ് ഞങ്ങളെ ഈ ബോംബിൻ്റെ തീമഴയിൽ കുളിപ്പിക്കുന്നത്? ഞങ്ങളെ വിട്ടയക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഈ ഭൂമിയൊക്കെ പിടിച്ചെടുക്കുന്നതിന് ന്യായമില്ല എന്ന് ജൊലാനി പറയുന്നുണ്ട്. ജൊലാനിയുടെ വിശ്വാസം ഇപ്പോഴും അൽ-ഖയ്ദയുടെ വിശ്വാസമാണ്. അൽ-ഖയ്ദയുടെ ബന്ധമുള്ളൊരു സംഘടനയാണ്. എന്നുവെച്ചാൽ എപ്പോഴും നിറം മാറിയേക്കാം, അത് ഇസ്രായേലിനറിയാം. പക്ഷേ ആ വിശ്വാസമല്ല, ഇത് നെതന്യാഹുവിൻ്റെ വിശ്വാസമാണ്, ചരിത്രപരമായി ഇസ്രായേലിൻ്റെ വിശ്വാസമാണ്, ജൂതൻ്റെ വിശ്വാസമാണ്, ക്രൈസ്തവൻ്റെ വിശ്വാസമാണ്. ഏതാണ്? ഈ ഭൂമി തിരിച്ചു പിടിക്കുക, ദൈവത്തിൻ്റെ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ ഭൂമിയാണ്. അത് തിരിച്ചു പിടിച്ചെടുക്കുക എന്നുള്ളത് ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കുന്നത് BBയിലൂടെ ബെഞ്ചമിൻ നെതന്യാഹുവിലെ ചരിത്രത്തിൻ്റെ പുനഃസൃഷ്ടിയാണ്. അതുകൊണ്ട് അഭിമാനകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.